നമ്മൾ എത്ര ഏസിട്ട് കിടന്നാലും ഈ ഒരു തണുപ്പിൻ്റെ സുഖം, ഇതിൻ്റെ ഒരു സുഖം വേറെ തന്നെ കേട്ടോ. നമ്മളെത്ര, എനിക്ക് ഈ മൂന്നാറിലെ ആൾക്കാരോടൊക്കെയുള്ള കുശുമ്പ് തോന്നുന്നത്, നമ്മൾ ഈ കറണ്ട് ബില്ല് കളഞ്ഞ് എ സി ഇട്ട് ചൂടാകുമ്പോൾ എ സി ഒക്കെ ഇട്ട് കിടന്നോറൊരു അവസ്ഥ. ഇവിടെ അതിൻ്റെ അവസ്ഥ ഒന്നുമില്ല. എന്ത് കമ്പിയൊന്നും തൊടാൻ വയ്യ. എന്ത് രസം. എൻ്റെ പോലെ മൂന്നാറിൻ്റെ പ്രാന്തമുള്ള ആരെങ്കിലും ഉണ്ടാവും. എനിക്കൊരു പ്രത്യേകിച്ച് ഇല്ലേട്ടാ, എനിക്ക് ഭയങ്കര പ്രാന്തം മൂന്നാർ. തീർച്ചയായിട്ടും ഞാനല്ലേ ആദ്യമായിട്ട് മൂന്നാർ വരുമ്പോണ്ടായിരുന്നൊരു സന്ദർഭം. അതിന് ശേഷം എത്രയോ പ്രാവശ്യം ഞങ്ങളിപ്പോൾ മൂന്നാർ വന്നിട്ട് വെച്ചിട്ടാണ്. ചിലപ്പോൾ കുറേ വർഷങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ അതിൻ്റെ ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാര്യം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ഉണ്ടായി നമ്മളെ സ്വപ്നമുള്ള കുറേ കാര്യങ്ങളൊക്കെ സാധിക്കണം അല്ലേ ചേട്ടാ. ആദ്യം ഒരു ദുബായിക്കാരൻ്റെ ഭാര്യ ലീവിന് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലാവും പകുതി ഇരിപ്പന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ലൈഫ് കുറച്ച് എൻജോയ് ചെയ്യാം ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ആ കാഴ്ച കാണാനാണ് ഏറ്റവും ഭംഗി അല്ലേ. ആ പ്രകൃതിയുടെ എന്താ പറയാ അടിച്ച് അതിൻ്റെ ഇത് ഭംഗി വരുത്തണ മാതിരി സൂപ്പർ സൂപ്പർ. ആരോ കമന്റ് ഉണ്ട്, നമ്മളിങ്ങനെ സ്നേഹിക്കണോണ്ട് ഇങ്ങനെ എപ്പോഴും കെട്ടിപ്പിടിച്ച് ഉമ്മേച്ച് നടക്കണോണ്ട് അത്ര പെൺകുട്ടിയോട് പെട്ടെന്ന് വിളിച്ചോടി പോകുന്നത് നിവൃത്തിയില്ല. അപ്പം പിന്നെ പെൺകുട്ടികളുടെ ലൈഫിൽ ഇൻസ്റ്റയില് അതും ഇതൊന്നും നമ്മൾ ഫോണോ കാര്യമൊന്നും കൊടുക്കരുത്, സിനിമ കാണിക്കരുത്, ഒന്നും ചെയ്യരുത്. അപ്പം അതിലൊക്കെ എന്തൊക്കെ കാണിച്ചു കൂടണം. ഒന്ന് അച്ഛൻ്റെ അമ്മമാരെ സ്നേഹം കണ്ടിട്ട് തന്നെയാണ് മക്കൾ കണ്ടത്. ഒരച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കണ്ടിട്ട് തന്നെയാണ് മക്കൾ വളരേണ്ടത്. അത് ഇപ്പോൾ അല്ലാണ്ട് അടിയും കുത്തും ചവിട്ട് കണ്ടിട്ടാണോ മക്കൾ വളരുന്നത്? അമ്മയെ കാണുമ്പോൾ അടിക്ക് രണ്ടടി കൊടുക്കുക, ചവിട്ടുക, ഇത് കണ്ടിട്ടാണോ മക്കൾ വളരുന്നത്? നമ്മൾ കെട്ടിപ്പിടിക്കുക ഉമ്മച്ചില്ലെങ്കിൽ ഈ ഫോണിൽ പറഞ്ഞതൊക്കെ കംപ്ലീറ്റ് ഇതിൻ്റെ വലിയ വൃത്തികേടല്ല. അപ്പം അതൊക്കെ കാണില്ല മക്കള്. അതൊന്നും ഇപ്പോഴത്തെ തലമുറയൊക്കെ ഈ പറഞ്ഞ മാതിരി പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. അതിന് നമ്മുടെ മക്കൾക്ക് അതൊരു പുതുമയായിട്ട് തോന്നുന്നില്ല, ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല. അവർ ലൈഫിൽ അവർ ഓർമ്മ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ. അല്ലാണ്ട് പ്രൈവസി ആക്കേണ്ട കാര്യമൊക്കെ നമ്മൾ പ്രൈവസി തന്നെയാണ് അല്ലേ കേട്ടോ. അല്ലാണ്ട് ഒരു കെട്ടുപിടിക്കണുണ്ട്, ഒരു ഉമ്മ വയ്ക്കണുണ്ട്, അതിനൊക്കെ ഇത്രയും നെഗറ്റീവ് ഒരു കാര്യം. ഇംഗ്ലീഷുകാര് പുറത്തിറങ്ങാൻ പറ്റാണ്ട് അവര് എവിടെയൊക്കെ ചുണ്ടത്തും വയ്ക്കില്ലല്ലേ എന്തൊക്കെ നമ്മൾ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. ബീച്ചിലേക്കൊന്നും പോയിക്കൂടെ ആൾക്കാർ പറഞ്ഞോട്ടെ. നിങ്ങളിപ്പോ അത് നിർത്താൻ വിചാരിച്ചിട്ടൊന്നുമില്ല. നിങ്ങളിത് എങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴേക്കും ഇത് ഉമ്മേര് കൂട്ടുന്ന കാരണം ഇത് നിങ്ങളുടെ സ്നേഹപ്രകടനം അല്ലാണ്ട് ഇതിപ്പോ ഉമ്മ അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഒരു 10-20 വർഷം ഞങ്ങൾ ഗൾഫിലായിരുന്നു. ഇതിപ്പോ തെറ്റായിട്ടുള്ള ഉമ്മയായിട്ട് കാണുമ്പോഴത് ഇത് തെറ്റായിട്ട് കാണണ്ട നിങ്ങള്. ഇതൊക്കെ ഞങ്ങളെ മരുവിന്റെ മോളുള്ളപ്പോഴേ ഞങ്ങൾ പൊന്നു ആയാലും ഷേബിയാലും അവരും ഉമ്മയ്ക്ക് ഞങ്ങളുടെ മുന്നിൽ. അതിനൊന്നും ഞങ്ങൾക്കത് ഈ ഒരു വൃത്തിയായിട്ടൊരു കാര്യമായിട്ട് ഞങ്ങളത് എൻജോയ് ചെയ്തിട്ടാണ് കാണുക അല്ലേ. ഇപ്പൊ പൊന്നു ഷേബുമ്മയ്ക്ക് നമ്മളത് എൻജോയ് ചെയ്യുന്നത് നമ്മൾ സന്തോഷമാണ്. അവര് സ്നേഹമായി ഉമ്മച്ച. പക്ഷെ അവര് ചെറുതായിട്ട് പിണങ്ങുമ്പോഴൊക്കെയാണ് ഞങ്ങൾക്ക് ടെൻഷനും വിഷമവും കാര്യങ്ങളൊക്കെ വരിക. ഞങ്ങൾക്ക് പിണങ്ങല് ചെറിയ പിണക്കെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ രസമുള്ള പിണക്കള കാർത്ത് കരഞ്ഞു ഇതൊക്കെയാണ് അവരുടെ ഇടയിലുള്ള പിണക്കം. വേറെ അങ്ങനത്തെ ഇങ്ങനത്തെ പിണക്കുന്നത്. അല്ലെങ്കിൽ ചേട്ടൻ പെരിയ മാറിയില്ല, അല്ലെങ്കിൽ ചേട്ടൻ ആ തൗസൻഡ് പറഞ്ഞിട്ട് അത് ബർമോഡ് ഇട്ടില്ല. ഇതൊക്കെയാണ് അവരുടെ തല്ലോട്ടം. അല്ലാതെ വേറുള്ള തല്ലോട്ടങ്ങളൊന്നല്ല. അങ്ങനെ ചെറിയ ചെറിയ തല്ലോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ലൈഫിൽ വേണം അല്ലേ. എനിക്ക് ഒരു ഫ്രെയിം ഭയങ്കരമായിട്ട് നോക്കി നമ്മൾ ഈ റിസോർട്ടിന്റെ ബാക്ക് വശത്താണ് അതാണ് നമുക്കിവിടെ വന്നിരിക്കുമ്പോൾ സേഫ്റ്റി ഉണ്ട്. നമ്മുടെ മക്കളായാലും അതും നമ്മൾ ശരിക്കും ഞങ്ങൾക്ക് എവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ, നമ്മുടെ മക്കളെ സേഫ്റ്റി ആണോ എന്നുള്ളൊരു ടെൻഷൻ. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഓടുകയോ ചാടുകയോ അങ്ങനത്തെ പേടിയാണ്. പക്ഷെ ഇതുണ്ടല്ലോ
അതൊക്കെ അത്യാവശ്യം എൻ്റെ ഒരു പകുതിക്ക് തന്നെ ഉണ്ട് അല്ലേ മുക്കാൽ ഈ കമ്പിയെ പിന്നെ ചാടകളും കുഞ്ഞു കുഞ്ഞു ഇതുകൊണ്ടാണ് കേട്ടോ. ഷോ ഞാനെപ്പോഴും എൻ്റെ ലൈഫിലെ സ്വപ്നമാണ് ഇതിങ്ങനെ ഉറങ്ങി ചേരുമ്പോൾ ഇതിങ്ങനെ ഈ ഒരു പ്രകൃതി ഭംഗിയാണ്. ഞാൻ ഈ പിള്ളേർക്ക് ഇതാണ് ക്ലാസ്സിലെ ഇത് തുറന്നിട്ടുണ്ട്, നല്ല ഭംഗിയാണ് പറ്റില്ല. ഒരു ഉറക്കാട്ടാ എൻ്റെ മോളെന്ന് ഉറങ്ങി നോക്കി പൊന്നിൻ്റെ ശരിയില്ലാത്ത എടുക്കുള്ളൂ, എന്താ ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ കാണുള്ളൂ പ്രകൃതിയുടെ ഭംഗി, നിങ്ങൾ എണിച്ചിട്ട് കാണുന്നുണ്ടാവില്ല. കണ്ടോ? ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, എൻജോയ് എൻജോയ്. നോക്കടി ഈ തണുപ്പൊക്കെ എടുക്കാനല്ല വന്ന് അല്ലേ? വാ, എൻ്റെ മോനുണ്ടല്ലോ ഒരു വാക്ക് വിളിച്ചായിരിക്കില്ല, പുണുക്ക നോക്കണ സക്ക മോനാ. എന്ത് രസപ്പാ ഇവിടെ വരുമ്പോണ്ടായ തണുപ്പുണ്ടല്ലോ. അയ്യോ അതല്ല നമ്മൾ എത്ര ഐസ് ഇട്ടാലും വീണ്ടും പറയും എത്ര ഐസ് ഇട്ടാലും ഈ ഒരു തണുപ്പിൻ്റെ സുഖമുണ്ടല്ലോ ഉണ്ടാവില്ല. അങ്ങനെ ദേ രാവിലെ കട്ടൻ ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ ദേ പിള്ളേരൊന്നും എണിച്ചിട്ടില്ല, അവർക്ക് നല്ലവർക്ക് ഒരുപാട് പ്രാവശ്യം വിളിച്ചു കേട്ടോ. എനിക്കുണ്ടപ്പോൾ അവരാരും എനിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ദേ രാവിലെ അന്നേട്ട് ഇന്നും രാവിലെ എണിച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് വെള്ളം കുടിക്കട്ടെ. പക്ഷേ എനിക്ക് ആ ശീലിലേക്ക് അങ്ങനെ വെറുതെ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും. പച്ചവെള്ളം വേറെ നല്ല ചൂടോളം അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല, വെറും പച്ചവെള്ളം കുടിച്ചേക്ക് ഛർദ്ദിക്കാൻ വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും നല്ല കട്ടൻ കാപ്പി ഉണ്ടാക്കിയിട്ട് കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്താ വെച്ചാൽ ആ ഒരു തണുപ്പത്ത് സത്യം പറഞ്ഞാൽ ഒരു ചൂട് കാപ്പി കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. സമയത്ത് തോന്നുന്നു ഒരു 6:30 സംതിങ് 7 മണി 6:30 6:45 ആയിട്ടുണ്ടാവുള്ളൂ എന്നൊക്കെ തോന്നുന്നു. എന്തായാലും അവരിപ്പോൾ അടുത്തൊന്നും എനിക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം കേട്ടോ. കാരണം ഇപ്പോൾ കുണിക്കുമ്പോൾ ഞങ്ങൾ റൂമിലാട്ടോ, അവിടെ കുണുക്കനും പൊന്നും ഷെബിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇവരുടെ തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 9 മണി നേരത്തേക്കാണ് തോന്നുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സത്യം പറഞ്ഞാൽ നമുക്ക് ആ നേരത്തൊന്നും അവർക്ക് അത്ര വിശപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ അവർക്ക് 9 മണി ഏകദേശം ആയിട്ടുണ്ട് തോന്നുന്നു. എന്താ വെച്ചാൽ 10 മണി 10:30 വരെ ഉള്ളൂ തോന്നുന്നു റെസ്റ്റോറൻറ്റ് രാവിലത്തെ കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും എണീച്ച് രാവിലെ കുളിച്ച്, അത് ഇപ്പോൾ എത്ര തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും എണീച്ച് കുളിച്ചിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ തന്നെ ഞങ്ങൾ മാത്രം രാവിലെ എണീച്ച് കുളിച്ച് വന്നവരുള്ളൂ തോന്നുന്നു. ബാക്കി എല്ലാവരും കുളിച്ച് പല്ലൊക്കെ തേച്ചിട്ട് വന്നൊരു രൂപം പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടാണ്. ഞങ്ങൾ പിന്നെ രാവിലെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇവിടെ നോക്കി അവരൊരു ഇതിൽ അവരവിടെ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ഇതൊക്കെ കാണിക്കണം. അപ്പോൾ അത് എനിക്ക് നല്ല ക്ലാരിറ്റി ഒരു ഇത്തിരി രസം നോക്കി ഞാൻ ഇതൊന്ന് വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ട്, ഇത്തിരി രസത്തിലാണ്. അപ്പോൾ അത് ഉണ്ടാക്കണത് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു കേട്ടോ. കുറച്ച് നേരം നോക്കി നിന്നും ചെയ്ത് വീഡിയോ എടുത്തില്ല. നല്ല റെസിപ്പി ആണെങ്കിൽ നമുക്ക് കട്ടെടുക്കാമല്ലോ അല്ലേ എങ്ങനെ വിചാരിച്ചു. പക്ഷേ എനിക്കത് ഉണ്ടാക്കിയതിൻ്റെ ലാസ്റ്റ് അതുപ്പിക്കാൻ റെസിപ്പി അത്ര ഇഷ്ടം തോന്നിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് വരെ ഞാൻ എടുത്തു പക്ഷേ ഞാനിതിൽ ആഡ് ചെയ്തില്ല. അങ്ങനെ ഞാനിത് 2 കഷ്ണം പുട്ടും 2 കഷ്ണം എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ഇവർ ഭൂരിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തരി സേമിയുടെ ഉപ്മാവ്, കടലക്കറി, തരി ചിക്കൻ കറി, പിന്നെ അവിടെ ഒരുപാട് തരി ചമ്മന്തി ഉണ്ട്. അപ്പോൾ ആ ചമ്മന്തി 2 തരം ചമ്മന്തി എടുത്തു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കതങ്ങനെ മുഴുവൻ കഴിക്കാനൊന്നും പറ്റിയില്ല. എനിക്കിപ്പോൾ അങ്ങനെ ചില നേരത്തൊന്നും ഫുഡ് അങ്ങനെ രാവിലെ തന്നെ കഴിക്കാനൊന്നും ഒന്നുമില്ല. ഒരു 2-3 വായനെ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു പകുതി കഷ്ടപ്പെട്ട് ഞാൻ നമ്മുടെ പൊന്നോ ആരോ നമ്മുടെ ഇത് കഴിച്ചിട്ടു. എന്താ വെച്ചാൽ നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോൾ എല്ലാവരും കൂടിയിട്ട് എടുത്തുകൊണ്ട് കേട്ടോ. വീണ്ടും പോയി എടുക്കണ്ടേന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അവരെടുക്കാത്തത് തന്നെ ഞാൻ എടുക്കും. എനിക്കത് പറ്റാത്ത കാരണം ഞാൻ എന്ത് ചെയ്തു, പിന്നെ വീണ്ടും പോയിട്ട് ബ്രെഡും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ. ബ്രെഡ് എനിക്ക് ഓൾറെഡി ബ്രെഡുമേ ബട്ടർ തേച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എടുത്ത ഫുഡിൻ്റെ പ്ലേറ്റ് അത് ഞാൻ കഴിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പകുതി കഷ്ടപ്പെട്ട് കുഞ്ഞ് കഷ്ടപ്പെട്ടു. അതിൻ്റെ പകുതി വേറെ ആരൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടാണ്. പിന്നെ ഞാൻ കഴിച്ച ഒരു ബ്രെഡ് പീസിൽ ബട്ടർ തേച്ചു, അതിൽ ഫ്രൂട്ട്സും കൂടിയിട്ട് ഞാൻ കഴിച്ചിട്ടാണ്. ഫുഡൊക്കെ അടിപൊളി ഫുഡാണ്. നല്ല ചിക്കൻ്റെ കുറുമ, ഇഡ്ഡലി, ദോശ, എന്തൊക്കെ സാധനം. ഇഡ്ഡലി ഉണ്ട്, ദോശ ഉണ്ട്, ഭട്ടൂരി ഉണ്ട്, പിന്നെ എന്താ സേമിയയുടെ ഉപ്മാവുണ്ട്,
പഴങ്കഞ്ഞി, അതാണ് അവിടുത്തെ സ്പെഷ്യൽ. വേറെ ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. രാവിലെ നേരത്തെ ഇങ്ങനെ റിസോർട്ടുകളിൽ പഴങ്കഞ്ഞി കിട്ടുമെന്നല്ല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ബ്രെഡ് പീസിൻ്റെ എടുത്തിട്ട്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കഴിക്കാൻ ബ്രെഡ്. അങ്ങനെ അനിയേട്ടൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് അനിയേട്ടനും 2 കടി, ഞാൻ അനിയേട്ടൻ വന്ന് മതി നീ എടുത്താൽ ഞാൻ 2 കടി കൊണ്ട് കഴിച്ചാണ്. എന്നിട്ട് അതെനിക്ക് തരുന്നുണ്ടെന്ന് എൻ്റെ തോന്നുന്നില്ലേ, അനിയേട്ടൻ അത് ഇഷ്ടമായി തോന്നുന്നുണ്ട്. അനിയേട്ടൻ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഒരു ബ്രെഡ് പീസ് എടുത്തുള്ളൂ. അത് ഞാൻ എന്നോട് ഷെയർ ചെയ്തു. ഞാൻ ഫുള്ളും കഴിച്ചിട്ടില്ല, അനിയേട്ടൻ തന്നെയാണ് തിന്നത് തോന്നുന്നു. ലാസ്റ്റ് ഒരു പീസിക്ക് തന്നോ ഇല്ലേ എന്നൊരു ചെറിയ ഓർമ്മ. അങ്ങനെ ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചു. പിന്നെ അടുത്ത റൊട്ടി അതൊക്കെ അങ്ങനെ അത്ര ഇഷ്ടമായില്ല കേട്ടോ, അപ്പോൾ അത് ഞാൻ കഴിച്ചില്ല. ബാക്കി പുട്ടും കടലക്കറി അതൊക്കെ നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടാഞ്ഞിട്ടുള്ളൊരു പ്രശ്നമുണ്ട് കേട്ടോ. അവിടെ തന്നെ 2 കഷ്ണം വിട്ടുണ്ട്. ഞാൻ പുഷ്ട കഴിച്ചിട്ടില്ല, തുണ്ടെങ്കിൽ 2 കഷ്ണം അതിലെന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കാർത്തുമ്മ ഫുള്ള് ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ രാവിലെ നേരത്തെ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു തണുത്ത കാറ്റും, അവിടെ ഓപ്പണാണ്, ആ സൈഡൊക്കെ ഓപ്പണാണ് കേട്ടോ ഫുള്ള്. അപ്പോൾ അതിൻ്റെ ഭയങ്കര തണുത്ത കാറ്റും, അതിൻ്റെ പിന്നെ ടൈലത്തോട്ടൊക്കെ എന്തൊരു ഭംഗിയാണെന്ന് വെച്ചിട്ട് എന്തൊരു രസമെന്നായിരുന്നു. ബട്ടർ ഇങ്ങനെ കുണിക്കുന്ന പ്രത്യേകിച്ചൊന്നും കഴിക്കണമെന്നില്ല. അവർ ഈ നടത്ത് തന്നെയാണല്ലോ കേട്ടോ. അവർ നടത്തും, വേറെ കെട്ടുപിടിക്കും, ഉമ്മയ്ക്കും, ഇതൊക്കെ തന്നെയാണ് അവരുടെ പരിപാടിയിട്ടാണ്. അവർ ഫ്രൂട്ട്സ് കഴിക്കും, കുണിക്കാനും ഫ്രൂട്ട്സ്, കാർത്തുമ്മേത് ഫ്രൂട്ട്സ് കഴിക്കും. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു കേട്ടോ. എനിക്കും പിന്നെ അങ്ങനെയുള്ള ഫുഡ് തിന്നാൻ ടെൻഷനല്ലേ. അവരൊക്കെ കഴിച്ചു, നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് അവർ. പക്ഷേ എനിക്കൊന്നിനെ കുണിക്കും പൊന്നിനും പിന്നെ ലാസ്റ്റാണ് ഒരു പഴങ്കഞ്ഞി കണ്ടെത്തി. അങ്ങനെ പൊന്നു പോയിട്ട് പഴങ്കഞ്ഞി എടുത്തു തന്നു. അത് ഭയങ്കര ഇഷ്ടമായിട്ട് കുണിക്ക് അവർ പഴങ്കഞ്ഞി ഇഷ്ടംപോലെ കഴിച്ചു. എന്താ പറഞ്ഞ എങ്ങനെയുണ്ട്? ഏറ്റവും ടേസ്റ്റ് അതാവൂല. എന്തൊരു നീ തിന്നിപ്പോ ഉണ്ടാ രണ്ടു ചേച്ചി പഴങ്കഞ്ഞി ഒരു ചെറിയ കോപ്പയിലാട്ടോ അങ്ങനെ എടുത്തു നട. അങ്ങനെ ചെറിയ കോപ്പകളെ വെച്ചാൽ അപ്പോൾ അതിൽ പൊന്നെടുത്തോന്നു. അത് കുണിക്കനും കാർത്തും പൊന്നും കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ കുഞ്ഞിനോട് ചോദിച്ചു, കുണിച്ചോനോട് ചോദിച്ചു മോനെ ഇനി വേണം പഴങ്കഞ്ഞി എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കോപ്പ പഴങ്കഞ്ഞി എടുത്തോടുന്നു കേട്ടോ. അങ്ങനെ ചെയ്യും നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുകളാണ് ഈ കാണട്ടെ. ഇതൊന്നും ഞാൻ മെനുവിൽ പറഞ്ഞില്ലേ എന്തൊക്കെ ഐറ്റംസ് അത് പറയാം. ഒരു ഫ്രൂട്ട്സും വെജിറ്റബിൾസും പഴം എന്തൊക്കെയാന്ന് നോക്കി തണ്ണിമത്തങ്ങ. പിന്നെ എനിക്ക് പറയാം ഇത്തിരി ഒരുപാട് വെറൈറ്റി തരം ചട്നികൾ കേട്ടോ. പിന്നെ ഇതെന്താ പുട്ട്, കടലക്കറി, പിന്നെ എന്തൊക്കെയാണെന്ന് എനിക്ക് പോകുമ്പോൾ പറയാൻ പറ്റുന്നില്ല. പഴങ്കഞ്ഞി, ഇത് പഴങ്കഞ്ഞി കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ സാമ്പാർ, ഭട്ടൂര, കടലക്കറി, സാമ്പാർ, വട, ഇഡ്ഡലി, പിന്നെ ഇത് പാൻ കേക്ക്, പിന്നെ ദോശ, കള്ളപ്പം, പിന്നെ ഏതൊക്കെ തരം ഫ്രഷ് ജ്യൂസുകൾ വേണം അതൊക്കെ ഉണ്ട് കേട്ടോ. സോസുകൾ, ജാമുകൾ, ബട്ടർ, അങ്ങനെ പിന്നെ എന്തൊക്കെ തരണ്ടെന്ന് സത്യം പറയാൻ ഇതിൽ പകുതി ഞാൻ വീഡിയോയിലുണ്ട്. ഇനി ഒരുപാട് ഐറ്റംസ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കുറേ. പിന്നെ ലൈവായിട്ടുള്ള ഇതുണ്ട് കേട്ടോ. നെയ്റോസ്റ്റ്, മസാല ദോശയൊക്കെ ലൈവായിട്ട്, ഓംപ്ലേറ്റ്, ചായ അതൊക്കെ ലൈവായിട്ട് നമ്മൾ പോയി പറയുന്നതിനനുസരിച്ച് അവർ ഉണ്ടാക്കി തരും കേട്ടോ. ഫുഡൊക്കെ സൂപ്പർ. പഴങ്കഞ്ഞി പൊന്നുവിന് ഭയങ്കര ഇഷ്ടമായിട്ട്. പൊന്നു സത്യം ഒരു ഇട്ടാണ് എന്തെടുത്തോ കഴിച്ചുള്ളൂ. പൊന്നൊക്കെ പൊന്നും കുണുക്കിയും കാരണം പൊന്നിൻ്റെ ഫുഡാണ് അതേ ബാക്കിയാണ്. പഴങ്കഞ്ഞി കിട്ടിയോട് കൂടിയിട്ട് ഒരു പഴങ്കഞ്ഞി ഫാൻസായിട്ടാണ്. പഠിക്കുന്നത് അവിടെ ആരും പഴങ്കഞ്ഞി കഴിക്കണവരില്ല. കുണുക്കിയും പൊന്നും കാർത്തുമ്മ മാത്രമേ പഴങ്കഞ്ഞി കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തായാലും അവരെന്തായാലും നല്ല ആസ്വദിച്ച് നല്ല ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ട്. നമുക്കും അത് കഴിക്കുമ്പോൾ മറ്റുള്ള ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഇപ്പോൾ കുണിക്കായാലും മറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെ കഞ്ഞി, പഴങ്കഞ്ഞി അവരതൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അതെന്ന് മറ്റുള്ള ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഹെൽത്തിന് എപ്പോഴും അവരുടെ ആരോഗ്യത്തിന് എപ്പോഴും നല്ലത് അതാണ് ഓൾറെഡി. അപ്പോൾ അത് കഴിക്കുന്നതാണ്. അപ്പോൾ ഞാനും കഴിഞ്ഞപ്പോൾ ഒരു കോപ്പം കൂടി ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തിട്ട് കഴിച്ചോട്ട് വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഉച്ച നേരത്തെ അടുത്ത ഫുഡും കാര്യങ്ങളും കഴിയുമ്പോൾ അന്നേരം ഉണ്ണോൾക്ക് വിശിക്കാണെങ്കിൽ, പക്ഷേ ഇവിടെ വിശിപ്പോൾ ഇതാവുന്നില്ല. അവർ ഭയങ്കര എൻജോയ്മെൻ്റ് ആണല്ലോ, കളിയും കാര്യങ്ങളും. സത്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങുകയാണോ ചെയ്ത്? ഉറങ്ങിയിട്ട് അല്ലല്ല എന്നിട്ട് ഉച്ചത്തെ ഫുഡ് നേരത്തെ കഴിച്ചു പോയതില്ല നമ്മൾ. സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ റെസ്റ്റ് എടുക്കുക, നമ്മളെ മൈൻഡും ഒക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ. എന്ന് വെച്ചാൽ
എപ്പോഴും നമ്മളെ മൈൻഡ് ഒരു ഇതായിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. എന്താ വെച്ചാൽ നമ്മളെന്നും വീട്ടമ്മമാർ അടുക്കളയിൽ പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നും ഒരേ റൊട്ടീനല്ലേ നമ്മുടെ ലൈഫിൽ. അപ്പം ഞാൻ എപ്പോഴും പണ്ടോട്ടേ അന്യേട്ടനോട് എപ്പോഴും പറയണൊരു ആഗ്രഹം ഓർമ്മയുണ്ട്. എന്താ ആഗ്രഹം പറയാറ്? എങ്ങനെ പറയാറ്? ഓർമ്മയില്ല. ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞു തരേണ്ട ഓർമ്മ. ഞാൻ എന്ത് പറയാനായിട്ട് നമുക്ക് നല്ല തണുപ്പുള്ള സ്ഥലത്ത് ഒരു ദിവസം റൂം എടുത്തിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കുന്ന പണികളൊന്നും ഇരണ്ട. ഇപ്പോൾ ഓർമ്മ വന്നാ ഞാൻ എന്നും പണ്ട് തൊട്ടേ ഒരുപാട് വർഷം മുന്നേ തൊട്ടേ ഞാൻ എന്നോട് പറയുന്ന ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അത് നമുക്ക് എവിടെയെങ്കിലും തണുത്തുള്ള തണുപ്പ് ചൂടത്ത് വരുന്നത് അങ്ങനത്തെ സ്ഥലത്ത് ഒരു റെസ്റ്റ് എടുക്കണം. അപ്പം അങ്ങനെ ഒരു നമ്മുടെ കുറേ ആഗ്രഹങ്ങളൊക്കെ ദൈവം അങ്ങനെ ഓരോ ചെറുതായി സാധിപ്പിച്ച് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കാർത്തുമ്മ, അയ്യോ ഇതാണ് ഏറ്റവും വലിയ കുരുത്തക്കേട് കേട്ടോ. അത് നോക്കിയേ, അവർ രണ്ടാളിനേക്കാളും വെട്ടിക്കുന്നത് തോന്നുന്നു കുരുത്തക്കേടിൻ്റെ കാര്യത്തിൽ. ഇതാണ്ട ഇവരെ മൂന്നാളെ നമുക്ക് പിടിച്ച് കെട്ടിടാൻ പറ്റാത്തൊരവസ്ഥ കണ്ടില്ല. ഇവരെ കളി തിമിർക്കൽ തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് അവർ സേഫ് ആണെന്നുള്ള കാര്യം നമ്മൾ ഓരോ സ്ഥലത്ത് ഇരുന്നിട്ട് അവർ കളിക്കണമെന്ന് നോക്കി ഇരിക്കട്ടോ. അങ്ങനെ ഇതേ ഉച്ചത്തെ ഫുഡ് കഴിക്കാമെന്ന് ഉച്ചത്തേക്ക് ഞാൻ 2 ചപ്പാത്തി ചിക്കൻ കറി കഴിച്ചു. അവരൊക്കെ ബിരിയാണി കഴിച്ചു. പിന്നെ ഇതേ അവർ ലാസ്റ്റ് കണ്ട അവർ കഴിക്കണമെങ്കിൽ ഷെയ്ക്ക് കുടിക്കട്ടെ. ഞാൻ എൻ്റെ മാത്രം അതൊന്നും തണുപ്പുള്ളതൊന്നും ഞാൻ അങ്ങനെ കഴിക്കില്ലല്ലോ. പിന്നെ തണുപ്പും മധുരം അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യല. അപ്പം അതൊന്നും ഞങ്ങൾ കഴിച്ചില്ല. അവരുടെ ഫ്രൂട്ട് സലാഡോ ഐസ്ക്രീമോ എന്തൊക്കെയോ ഒക്കെ കൂടിയിട്ടുണ്ട്. എന്തൊക്കെയോ അവർ കഴിക്കുന്നുണ്ട്. അവരെൻ്റെ ഒപ്പം എന്തൊക്കെയോ പിന്നെ സംസാരിക്കണമുണ്ട്. അങ്ങനെ അനിയേട്ടന് ഞാനിത് നോക്കിയിരിക്കും. ഇവർ കഴിക്കണതും കാർത്തൂനെ നോക്കിയിരിക്കണോടെ അങ്ങനെ ഞങ്ങൾ ഇവരെ കഴിച്ചിട്ട് തീരുന്നില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് കുറച്ച് നേരം വീട്ടിൽ വന്ന് അവർ ഫുഡും കഴിക്കണമെന്ന് നോക്കി കുറേ ചെറിക്കും, കുറേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കും ഇങ്ങനെ. പക്ഷെ നമ്മൾ ഭയങ്കര ആ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നാലും നമുക്ക് ഭയങ്കര പ്രൈവസി ആയിട്ട് നമ്മൾ റെസ്റ്റോറൻ്റ് ആയാലും നമുക്ക് ആരും നമ്മളെ ശല്യപ്പെടുത്താനോ കാര്യങ്ങളൊന്നും എല്ലാവരും ഫുഡ് കഴിക്കും. അങ്ങനെ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ റൂമൊക്കെ അവർ ക്ലീൻ ചെയ്തിട്ടൊന്ന് പോയിട്ടുണ്ട് കേട്ടോ. സർവീസ് ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഫുഡായാലും അല്ല ഞാൻ പറയും നമുക്ക് കണ്ട ഇപ്പോൾ ബാത്റൂമൊക്കെ അവർ കഴുകി നമ്മൾ ഭക്ഷണം ചെയ്യുമ്പോൾ ബാത്റൂമൊക്കെ കഴുകി ടവലുകളൊക്കെ മാറ്റി. എന്താ പറയുക, നമുക്ക് ഏറ്റവും ആവശ്യം സർവീസ് തന്നെയാണ്. ഈ ക്ലീനിങ് ആണ് അല്ലേ ഏറ്റവും നമുക്ക് നീറ്റാണ് കേട്ടോ. നമ്മൾ പോയി വരുമ്പോൾ അവർ തുടക്കലും സത്യം പറയാം ഭയങ്കര ഫ്രഷാക്കി റൂം ഒന്നുകൂടി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കേട്ടാ. എന്താ ഒരു രക്ഷയില്ലല്ലേ, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ നമ്മുടെ റൂമൊക്കെ അവർ ക്ലീൻ ചെയ്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് പോയി അല്ലേ. ശരി പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടാകുമ്പോൾ പറഞ്ഞിട്ടല്ല. എന്നാലും നമ്മൾ ഉണ്ണികളൊക്കെ ഉള്ള കാര്യം കേട്ടോ. കുട്ടികളുള്ള സ്ഥലം ഒരു പരിധി ബാക്കി കൊരുത്തിക്കിട്ടില്ലേ. ഒരുത്തൻ്റെ അവിടെ ശരിയാ. ഈ റൂമിലേക്ക് എടുക്കുമ്പോൾ ഈ സൗന്ദര്യം കണ്ടു കിടക്കണമെങ്കിൽ ഇത് തന്നെയാണ് കണ്ട. ഈ ബെഡ് വന്ന് കിടന്ന കാണുന്ന വ്യൂ ആണ്. ഇതിപ്പോ അവിടേക്കൊന്നും ഇവിടെ കുഴപ്പമില്ല, ഇവിടെ ആരംഭില്ല. അപ്പുറപ്പുറം വീടുകളൊക്കെ ഇതൊന്നും ഇല്ലാത്തന്നെ കുഴപ്പമില്ല. എന്നാ പോട്ടെ, നമ്മൾക്ക് അടുത്ത പരിപാടി തുടങ്ങിയോളൂ. എന്തായാലും ഫുഡ് അടി കഴിഞ്ഞതല്ലേ. എന്തായാലും ഒരു 10 മിനിറ്റ് നമ്മളും റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ 2 ചപ്പാത്തി കഴിച്ചു. പക്ഷേ ഞാൻ ചപ്പാത്തി 2 കഴിച്ചു, 1 കഴിക്കാറ. പിന്നെ ഡയറ്റിങ് അതിനൊക്കെ ഇനി വീട്ടിൽ എടുക്കാം അല്ലേ. അതാണ് ഞാൻ വല്ലാണ്ട് ഒരു ചപ്പാത്തി ആയിക്കോട്ടെ 2 ചപ്പാത്തി കഴിച്ചു. അത്ര രാവിലെ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല, ഫ്രൂട്ട്സ് തന്നെ കഴിച്ചിട്ടുള്ളൂ രാവിലെ. ഹായ് ഹായ് ക്ലീൻ ആയില്ലേ, നിന്നൊക്കെ എടുക്കാല്ലേ, അന്നേട്ടിൻ്റെ അടുത്ത് എടുക്കാല്ലേ. അപ്പയുടെ അടുത്ത് ഞങ്ങൾ എടുക്കട്ടെ. ഞങ്ങൾ ഭാര്യയും ഭർത്താവാണ്, ഞങ്ങൾ അടുത്തടുത്താണ്, ഞങ്ങൾ ഫാമിലിയാണ്. ഇവിടെ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. മറ്റേ പേച്ചാഴി അളിയൻ്റെ പെങ്ങളെ കൂടി അവർക്ക് 2 മക്കളും ഞങ്ങൾക്ക് ഒരു കുട്ടിയാണുള്ളത്.
നിങ്ങൾ വയസ്സായവർക്ക് ഒരു കുട്ടിയാണ്. അങ്ങനെ ഉറങ്ങാൻ നേരില്ല. നമുക്ക് കുറച്ച് നേരം ഇവിടെ ട്രക്കിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് പോയി കാണണം. കുറേ വെറൈറ്റി റൂമുകളുണ്ട്, അവിടെയൊക്കെ അതൊക്കെ ഒന്ന് പോയി കാണണം എന്തായാലും. ഇതൊന്നും സൂപ്പർ വെറൈറ്റി ആണ്. ഇതൊരു 1.5 മുതൽ റൂമാണ് മക്കളെ. ലൈഫിൽ നമുക്കൊക്കെ രാജസ്ഥാനിൽ ഇങ്ങനെ കൊട്ടാരങ്ങളൊക്കെ കാണില്ലേ, അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ പോയി കൊട്ടാരനെ കാണിക്കുമ്പോൾ എൻ്റെ ഉമ്മീനെ കൊല്ലം അതേപോലത്തെ ഒരു സത്യം നല്ല രാജകീയമായിട്ടുള്ളൊരു റൂം. ഗൾഫിലാണ് ഒരു അറബികളുടെ വീട്ടിലൊക്കെ ഇതേമാതിരി സെറ്റിങ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സെറ്റപ്പൊക്കെ കാണാറ്. അതേമാതിരിയാണ് അടിപൊളി. എന്തായാലും അതിന് നമുക്ക് പറക്കാട്ട് റിസോർട്ടിന് നന്ദി പറയണം. തീർച്ചയായും ഇത്രയും നല്ല നിലയ്ക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന അതാണ് നമ്മളൊരു സ്ഥാപനം, അതായത് ഇപ്പോൾ റിസോർട്ടിൽ എന്തായാലും കൊണ്ടു നടക്കുമ്പോൾ അത് അതിൻ്റെതായ നീറ്റിലും കാര്യങ്ങളും കൊണ്ടു നടക്കുമ്പോൾ എന്തോരാ. ഇപ്പോൾ ശരിക്കും സീസണോ ഒഴിവ് ദിവസമൊന്നും അല്ല കേട്ടോ, ഇന്നിട്ടടക്കം ഫുഡ് കഴിക്കാനായിട്ട് അവിടെ തിരക്കായിരുന്നു. അത്രയും ആൾക്കാരുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നുണ്ട് നമ്മളെപ്പം 3 റിസോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന റിസോർട്ടാണ് പറക്കാട്ടിൻ്റെ റിസോർട്ട് കേട്ടോ. കുറേ നാളത്തെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ പറക്കാട്ട് റിസോർട്ട്. അത് എന്തായാലും സഫലമായി. അടിപൊളി, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അങ്ങനെ ഉച്ചത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് പോയിട്ടാണ്. ട്രക്കിങ് വെച്ചാൽ വേറെ എവിടെയല്ല, ഇവരുടെ റെസ്റ്റോറൻറ്റിനെ താഴത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് വെറൈറ്റി റൂമുകളുണ്ട് കേട്ടോ. കൂടുതലും കല്യാണം കഴിഞ്ഞ കപ്പിൾസിന് ഹണിമൂൺ റൂംസായിട്ട് എടുക്കാനൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. ആ റൂമൊക്കെ കണ്ടിട്ട് റൂമും കാര്യങ്ങളുമൊക്കെ അടിപൊളി. എങ്ങനെയാണ് ഇത് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. നല്ല ഒന്നാമത് മെയിനായിട്ട് പറഞ്ഞാൽ അവരുടെ ടൈലിൻ്റെ വർക്കുകൾ നോക്കി ഭയങ്കര വെറൈറ്റി നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത മോഡൽ ടൈലുകളും കാര്യങ്ങളും. ഇത് ആ ഒരു റൂമിൻ്റെ ബാത്റൂമാണ് കേട്ടോ കാണുന്നത്. എന്തൊരു നീറ്റായിരുന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ എവിടെ പോയാലും ബാത്റൂമിൽ പോയി നിൽക്കാനോ ഒന്നും നമുക്ക് കിട്ടില്ല. ഓൾറെഡി ഞങ്ങൾ എവിടെ പോയാലും പോകുമ്പോഴത്തെ ബാത്റൂമിനോട് കൈ അവിടെ തൊടലേ ഇവിടെ തൊടലായിട്ട് ഞാൻ ഓടിക്കൊണ്ടേയിരിക്കും. കുടിക്കൂടായാലും കാർത്തിനോടായാലും എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഭയങ്കര അത് എനിക്കായാലും അനിയനായാലും പോകുന്നു. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ ബാത്റൂം നമുക്ക് സത്യം ബാത്റൂമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത്രയും നീറ്റ്. നമ്മൾ ഇവിടേക്ക് പോകണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് ആവശ്യം ക്ലീനാണ് കേട്ടോ. അതിൻ്റെ കാര്യത്തിൽ യാതൊരു ഇതുമില്ല. ഞങ്ങൾ എനിക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെച്ചാൽ ഞങ്ങൾ റൂമെല്ലാം അവിടെ ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ബാത്റൂമൊക്കെ കഴുകി വീണ്ടും നമ്മൾ റൂമിലേക്ക് ആദ്യം കയറുന്നൊരു ഫീലാക്കിയൊന്നുമില്ല. റൂം അത്രയും നേരം നമ്മൾ കിടന്ന് പിള്ളേർ പോയിട്ട് മറിഞ്ഞിട്ടുള്ള റൂം പിന്നെ കാണുമ്പോൾ നമുക്കൊരു പുതിയൊരു റൂം പോലെ ഫീൽ ചെയ്തു കേട്ടോ. എന്ന് വെച്ചാൽ അവരുടെ സർവീസ് അത്രയും അടിപൊളിയാണ്. അപ്പം പറയാൻ മറക്കണ്ട, നമ്മുടെ വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് പറക്കാട്ടാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. അപ്പോൾ അവരുടെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുക. അപ്പോൾ എന്തായാലും എന്നിട്ടാ എന്താ ഒരു ടെമ്പറും ഇല്ല, തണുപ്പാന്ന് വെള്ളം തിളക്കി ചൂടുവെള്ളത്തിൽ കൂടി ചുളിച്ചിട്ടേ. എന്തോ ഒരു മെനക്കെടുത് ആരിനിപ്പോ നോക്കുന്നത്. മൂക്കിലേക്ക് വെള്ളം പോവും. അങ്ങനെയല്ല, അങ്ങനെ നോക്കിയോട്ടെ. അവര് ആ കാലിട്ട് അടിക്കുന്ന എന്തിനാ അറിയോ? നീന്താൻ വേണ്ടിട്ടാ. അവനെ ഇറക്ക് പിള്ളേരെ അതിലെ തെറ്റില്ല. നീ കേറി, ഞാൻ പറയുന്നേക്ക്. അത് അത്ര കഴിക്കാനാ ഫുള്ള് കഴിഞ്ഞ കുഴപ്പമുണ്ടായില്ല.
അതിനായിട്ടൊന്ന് പിടിക്കുക, അതിനെ ഇറക്കണോ? നിർത്ത് നിർത്തച്ചേ കുട്ടി പോണ്. നിന്നോക്ക് അച്ഛനെ പിടിച്ചിട്ട് അച്ഛന്റെ ഷർട്ട് പിടിച്ച് നിക്ക്. നീ നിൽക്ക നിന്നോക്ക് അച്ഛൻ പിടിച്ചിണ്ട്. പൊട്ട നിക്ക്, നീ നിക്ക്. അല്ലെങ്കിൽ ഇതാ ഈ വഴി ഇറങ്ങ. നോക്കിയേ, ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള സ്ഥലമുണ്ട്. ഇതാ സ്റ്റെപ്പ്. എന്നിട്ട് നീ അവിടെ പിടിച്ചിട്ട് നിനക്ക് ഇറങ്ങണ. അങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. ഞാൻ ലാസ്റ്റ് ചിലപ്പോൾ ഞാൻ ഇവർ പിടിച്ച് ഇറക്കിട്ടോ. സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയതിന് ശേഷം വന്ന് രാത്രി ഞാൻ കുളിച്ചു. ഞങ്ങളെല്ലാവരും കുളിച്ചു. സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ഒന്ന് കുളിച്ചു. ഞങ്ങൾ രാത്രിക്കുള്ള ഫുഡ് റൂമിലേക്ക് കിട്ടാം. അപ്പം എനിക്ക് ഞാൻ പറയ്ക്ക് 2 ചപ്പാത്തി. രാത്രിക്കുള്ള ഫുഡ് നമ്മളെ റൂമിലേക്ക് എത്തിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ബിരിയാണി അയച്ചപ്പോൾ നമ്മൾ 2ാമത്തെ ദിവസം രാത്രി നേരമാണ് നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് കളിച്ച് വന്ന് ഒന്ന് കുളിച്ച്. 2 നേരം ഇപ്പം തല കുളിക്കണം. എന്താ അവസ്ഥ എന്നറിയില്ല. എന്താ ആള് നോക്കണ്ടില്ല. ആർഭാടായില്ല. ആരെന്നെ ഇഷ്ടമില്ല. ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ മോനും മരുവളേനും കാണാനില്ല. മോനും മരുവളേനും മോളെ മരുവനും കാണാനില്ല. എവിടെ പോയി? പ്രേമിക്കാൻ പോയി. പ്രേമിക്കട്ടെ. നീ ഈ മുതല് ഇവര് പ്രേമിക്കാൻ സമ്മതിക്കണില്ല. അവര് ഹായ് പറയും. ഹായ് പറയും. A for പറഞ്ഞെടുത്ത. B for C for പോയി. C for പറയണ്ടേ കറ്റ്. കേറണം കറ്റ്. D for dog. ചായ ഉണ്ടാക്കി ചൂട് ചായ ഉണ്ടാക്കാൻ ഒരാൾ ചാടി വെച്ചു പോയി. എന്താന്ന് അറിയില്ല. ഓക്കെ എന്താണ് അപ്പൊ എവിടെയെങ്കിലും അപ്പൊ ചായ ഉണ്ടാക്കാനാ? നിങ്ങളെവിടെയാ? അപ്പൊ പൊന്നോ ഫുഡ് കഴിച്ചാലോ നമുക്ക്. അപ്പം ഞങ്ങൾ പുറത്ത് ബാൽക്കണിയിൽ നിന്നിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് എല്ലാവരും കൂടി ഇരുന്നിട്ട്. അങ്ങനെ ഇതേ പിറ്റേ ദിവസം കേട്ടോ. ഇന്ന് എന്താ ദിവസം? ബുധനാഴ്ച. അപ്പോൾ 20-ാം തീയതി വ്യാഴാഴ്ചയാണ് കേട്ടോ. ഇന്ന് രാവിലെ എരിച്ച ശേഷം ചൂടുവെള്ളത്തിൽ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്നലെ കാണുമ്പോഴും ഈ ഒരു ചുരിദാറായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അത് തെറ്റാണ്. ഇവിടെ ബ്ലാക്കും മെറൂണാണ്. ഇത് മെറൂണും ബ്ലാക്കാണ്. അതായത് ഒരു വ്യത്യാസമുള്ളൂ. മറ്റേ ചുരിദാറിന് നമ്മുടെ ഇവിടേക്ക് വരുന്നത് ബ്ലാക്ക്, അടിയിലേക്ക് മെറൂണാണ് വേണ്ടി. ഈ ചുരിദാറിന് മുകളിലേക്ക് മെറൂണും അടിയിലേക്ക് ബ്ലാക്കും, അങ്ങനെ 2 വ്യത്യാസമുണ്ട്. എനിക്ക് ഈ ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലത്തെ അടുപ്പ് ഇന്നത്തെ അടുപ്പ് വ്യത്യാസം ഉണ്ടല്ലോ. ഇന്നത്തെ ഇടുമ്പോൾ വ്യത്യാസം, അടുപ്പുകൾക്ക് വ്യത്യാസമുണ്ട്. അങ്ങനെ നമ്മള് ഷർട്ട് ഇതാണോ കഴിഞ്ഞ ഷർട്ടോടെ കൊടുന്നായി ഉണ്ടല്ലേ ബാലൻസ് 2. അപ്പൊ നമ്മൾ ഇനി റിട്ടേൺ പോകുമ്പോഴേക്കും നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളാണ് കേട്ടോ. പാക്കിങ് എല്ലാ പ്രാവശ്യം വന്നാലും എൻ്റെ പരിപാടിയാണ്. നല്ല ചുരിദാർ കൊടുന്നു, പക്ഷെ ഇടാൻ തോന്നാത്ത ആരും ഞെട്ടില്ല. ഇതേ ഡ്രൈ ക്ലീൻ ആ ഒരു കഷ്ടപ്പാട് ആലോചിച്ചിട്ട് കാത്തു അപ്പ എന്തി കുടുക്കന അപ്പുന് കുടിക്കന അമ്മ അപ്പുതാ നമ്മുടെ അമ്മയുടെ അമ്മൂനെ വിളിച്ചേ. ഇപ്പൊ അപ്പന്റെ പാല ഭയങ്കര ഓട്ട. എന്തായാലും 2 ദിവസം നമ്മള് മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്തു. ചെറിയ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇടയ്ക്ക് നമ്മുടെ മനസ്സിലൊന്നും നമ്മളെ കുത്തി നോവിച്ചെങ്കിലും അല്ലേ, അതൊന്നും സാരില്ലാത്തവർ അല്ല. നമുക്ക് ചില നേരങ്ങൾ നമ്മൾ എത്ര ഒക്കെയാണെന്ന് നമ്മളിങ്ങനെ
ഇതാക്കിയാലും നമ്മുടെ മനസ്സിലുള്ള ഒരു വേദനയും ഒരു കുത്തലും നോവലൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്നൊക്കെ നമ്മൾ സെറ്റായി അപ്പോൾ ഒരു വേദന. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എൻ്റെ എണ്ണ അറിയും മൂകതയാണ്. ഇപ്പം ഇന്ന് രാവിലെ സത്യമായിട്ട് ഞാൻ ഇങ്ങനെ ഉറങ്ങണ അതിനിടെ എണിച്ചു. അതിനിടെ എന്നുണ്ടെങ്കിൽ എണിച്ചിട്ടുണ്ടാവും. അതിനിടെ 5:15 ഇന്നെ വിളിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ 6:30 ഞാൻ എണിച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ എൻ്റെ ആലോചന പോയത് മനസ്സിലാക്കാൻ ഉണ്ണേ നീ ഇപ്പം എന്താ ആലോചിക്കണമെന്ന് പറയട്ടെ. എന്നിട്ട് എന്നെ കൂളാക്കി സമാധാനപ്പെടുത്തി വിഷമിക്കണ്ട, നമുക്ക് ഇനി 2 ആളില്ലേ, അവരെ വളർത്തണ്ടേ. ഇടയ്ക്ക് നമ്മൾ ഒരു ഓഫാവും. നമ്മളിങ്ങനെ ബാറ്ററി അതങ്ങനെ വീണ്ടും നമ്മൾ ചാർജ് കയറ്റിയാലേ പറ്റുള്ളൂ. നമുക്കിങ്ങനെ എന്താ ചെയ്യുക, ഒന്നിനും തോന്നണില്ല. എന്നാലും നമുക്ക് ജീവിച്ചേ പറ്റൂ, ജീവിക്കണം. അല്ല ഈ ഒറ്റ കൊണ്ട് കൊടുക്കാനില്ല, അതിനേക്കാളും വയ്യാണ് ഈ ഒറ്റ അമ്മ ഷൊത്തേടേ 5 അൻ്റെ കൊടുക്ക കുളിച്ചേ പല്ലേക്കാന് നീ വേണ്ട പൊന്ന നല്ലതെന്ന് പാൻറ് പൊന്നിടേലുണ്ടോ ഷെബിയുടെ? അല്ലല്ലോ, ഇത് അവരുടെ പുതിയത് ഇടാത്തതില്ല. കാത്തുടുപ്പല്ലെന്ന് കാത്തുടുപ്പാണെന്ന് ഉപ്പ് ഇത് മതിയാ? ഇത് മതിയാ? ഇഷ്ടായാ? പൗഡർ ഉടുപ്പുണ്ടല്ലോ, നോക്കട്ടെ. അതങ്ങനത്തെ അരിപ്പാ. അങ്ങനെ ഈ പിള്ളേരെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാനുള്ള പരിപാടിയിലാണ്. അല്ലേട്ടാ പോവാം. പക്ഷേ ഞങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ റിസോർട്ടിൽ 2 റൂമൊക്കെ എടുക്കാറ്. അപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ്, പൊന്നു ഷേബി സെപ്പറേറ്റ്. അപ്പാ ഉച്ചിട്ട് വായോ ഇല്ല പറ്റില്ല. അപ്പോൾ എല്ലാം പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് റിസോർട്ടിൽ അങ്ങനെയാണ്, വേറെ റൂമില്ല. പക്ഷെ ഇത് നമുക്ക് നമ്മുടെ വീട് പോലെ ഫീൽ ചെയ്തല്ലേ. ഉണ്ണുകൾ ഇഷ്ടത്തിന് ഞങ്ങളുടെ അടുത്തേക്ക് വരും, അവരുടെ അടുത്തേക്ക് വരും. പിന്നെ ഞങ്ങൾക്ക് ഉറങ്ങാൻ മാത്രമായിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഇല്ല ബാക്കിയുള്ള എല്ലാ ടൈമും ഞങ്ങൾ ഒരുമിച്ച് തന്നെ. ഉറങ്ങാൻ മാത്രമേ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് റൂമിൽ കയറുള്ളൂ. ബാക്കിയുള്ള എല്ലാ ടൈമും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഫുഡ് ഇങ്ങോട്ട് പറയുകയാണെങ്കിലും നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് ഹോളിൽ നിന്ന് കഴിക്കണ പോലത്തെ ഒരു ഫീലും കാര്യങ്ങളും. എന്താ പറയുക, ഈ ഒരു ട്രിപ്പ് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയത്. കുറേ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമ്മൾ ഭയങ്കര ഹാപ്പിയും കാര്യങ്ങളൊക്കെ ഇനി ആയിരുന്നു അല്ലേ നേട്ടാ? കുളിക്കാനാണ്ട് കുളിക്ക. ഇങ്ങനെയുണ്ട് ട്രിപ്പ്, ഇങ്ങനെയുണ്ട് സ്ഥലം. ഇഷ്ടമായോ റിസോർട്ട്? ഇഷ്ടമായോ റിസോർട്ട്? ഒരു രക്ഷയില്ല. അപ്പം പോവാന്ന് വിഷമമുണ്ടോ? പോവാന്ന് ഉൾപ്പെടുന്ന വിഷമമാണ് ഈ കാണുന്നത് കേട്ടോ. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, പിള്ളേരെല്ലാവരും. കുണുക്കനായാലും അതിപ്പോൾ പിന്നെ 3 ആളും വേണം. ഇവർക്ക് 3 ആൾക്ക് എങ്കിലും നമ്മൾ കുണുക്കനും കാർത്തും കുണിക്കുമ്പോഴുണ്ടെങ്കിൽ ഇവർ ഹാപ്പി ആവുള്ളൂ. ഇവരിൽ ആരെങ്കിലും ഒരാൾ പിരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കുട്ടികൾക്കൊരു സന്തോഷം ഇല്ല കേട്ടോ. എപ്പോഴും അത് സെറ്റായിരിക്കുമ്പോഴാണ് അവർ ഹാപ്പി ആവുക അല്ലേ? കുണിക്ക് വേണം, കാർത്ത് വേണം. ഇവരെ കുരുത്തക്കേടും. ഞങ്ങളിപ്പോൾ കുറവ സംഘം എന്ന് വിളിക്കുന്നവരല്ലേ. ഇതിട് ഇവരെ കുറവ സംഘം എന്ന് വിളിക്കുന്നത്. തലവെത്തി കാർത്തു. കുറവ സംഘത്തിന്റെ ലീഡർ കാർത്തു. കുറവ സംഘത്തിന്റെ തലവെത്തി കാർത്താണ്. കാത്തും കോപ്പറേറ്റ് അടിക്കും. ഷെഡ് ഇട്ടിട്ടില്ല ഒരാള്. ഇവിടെ എന്നിട്ട് തല കുളിച്ചിട്ടില്ല കേട്ടോ. ഇവരെന്നെ 3 ആളിന് കാർത്തുമ്പോ നല്ല കുളിച്ചു അല്ലേ? വീട്ടിൽ നിന്ന് കുളിച്ചിട്ടില്ല. ജലദോഷം ചുമക്കുള്ള സർവ്വപ്പിച്ചിട്ടില്ല. ഇവർക്ക് ഓൾറെഡി നമ്മള് മരുന്നുള്ള കാത്തു കുളിച്ചാൻ പോവാ. കുളിച്ചിട്ടോ
ക്രീം വെച്ച് നമുക്ക് കീമേര കീമേര കൈയ്യട്ട് ഇതൊക്കെ താഴ്ത്തിട്ട് അതൊക്കെ വൃത്തിയാക്കണ വീഡിയോ എടുക്കണ്ടാ അങ്ങനെ എനിക്ക് കുക്കിന് നമുക്ക് അതിന് കൂട്ടിയിട്ട് വന്നടാ കൂട്ടിയിട്ട് നമുക്ക് പൊട്ട് ആ പൊട്ട് ഞാനും എൻ്റെ ഇവരൊക്കെ എനിക്കേക്കാൾ മുന്നേ അന്വേഷണം എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എനിക്ക് ശേഷം എന്നെ കുളിച്ചു. പിന്നെ കുഞ്ഞു അവരെ മൂന്നാളെ കുളിക്കിനും കാർത്തിനും കുളിപ്പിച്ചേര് ഞാൻ അവരുടെ ഡ്രസ്സ് മാറ്റിയിട്ട് എന്തായാലും നമ്മൾ പോവാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാനായിട്ട് രാവിലെ എനിക്ക് കുളിയും കാര്യങ്ങളും കഴിഞ്ഞ് ഉണ്ണാനുള്ള ഡ്രസ്സ് മാറ്റി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ റിട്ടേൺ വരുന്നത്. അപ്പോൾ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ബേബി ക്രീമും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ കിട്ടാം. എന്തായാലും നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കരുതേണ്ട ഒരു സാധനമാണ് കേട്ടോ ക്രീം. എന്താ വെച്ചാൽ നല്ല മോയ്സ്ചറൈസറോ നല്ല ബേബി ക്രീമോ എന്തെങ്കിലുമൊക്കെ വേണം. എന്താ വെച്ചാൽ തണുപ്പൊക്കെ ആകുമ്പോൾ നമ്മുടെ ശരീരം ഭയങ്കര ഡ്രൈ ആവട്ടെ, അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ക്രീമും മോയ്സ്ചറൈസറൊക്കെ എടുത്തുമ്പോൾ പിള്ളേരുടെ ഫേസും കാര്യങ്ങളൊക്കെ ക്ലീനാക്കി തുടച്ചു കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ചുണ്ടൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് കുട്ടികളെ വരിഞ്ഞ് പൊട്ട് വിട്ടാണ്. അങ്ങനെ ഈ കുളിക്കുമ്പോൾ ക്രീമൊക്കെ പൊട്ട് കൊടുത്ത് തേച്ച് ഒരു പൊട്ട് കൊടുത്ത് അപ്പം എൻ്റെ കുളിക്കുമ്പോൾ സുന്ദരി എൻ്റെ പിന്നെ ഞാൻ പറ ഇവിടെ ഡബ്ബിയുമ്പോൾ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഇതാണ് എൻ്റെ കുണിക്കുമ്പോൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, മുടി ചെക്കോർത്ത് എന്നുള്ളത് കേട്ടോ. അത് തലേദിവസം ഇന്ന് രാത്രി മെടഞ്ഞ് വെച്ചായോ അമ്മയെന്ന് പറഞ്ഞിട്ട് വരും. മെടഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ തലേദിവസം മെടഞ്ഞ് വെച്ചില്ല അല്ലേ, ഡാൻസും കളിയൊക്കെ ആയപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ട് അങ്ങനെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. കുറച്ച് ഉപ്മാവ് എടുത്തു, പിന്നെ എന്താ ഞാൻ അടുത്ത് എന്തോ 1-2 സാധനം പക്ഷെ ഒന്നും കഴിച്ചില്ല. ആ എടുത്തതൊക്കെ അങ്ങനെ തന്നെ വെച്ചു. എനിക്കിപ്പോൾ ഫുഡ് അങ്ങനെ വല്ലാണ്ട് അങ്ങനെ കയറുന്നില്ല, ഫ്രൂട്ട്സ് കഴിച്ചുട്ടാ. പിന്നെ ഇതേ നമ്മളൊരു റൂമാണ് വന്ന് കേട്ടോ. നോക്കി റൂമിൻ്റെ ഒരു ലുക്ക് നോക്കി, റൂമിൻ്റെ ഉള്ളിൽ വെള്ളച്ചാട്ടം നോക്ക്. അതായത് ഹണിമൂൺ കപ്പിൾസിന് പറ്റിയ റൂമാണ് കേട്ടോ. ഹണിമൂണിന് വരുന്നവർക്ക് പറ്റിയൊരു റൂമും കാര്യങ്ങളാണ് കേട്ടോ. ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ടപ്പോൾ കുണുക്കിന് ഭയങ്കര സന്തോഷമായിട്ട് കുണുക്ക്. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അമ്മ ഈ റൂം എടുക്കണം കേട്ടോ. നമുക്കാണെങ്കിൽ എപ്പോഴും മറ്റേ പക്ഷേ കുട്ടിക്ക് നമ്മുടെ അടുത്ത റൂമിന് ഇഷ്ടമായത്, കുണുക്കിന് ഈ റൂം ഇഷ്ടമായത് കേട്ടോ. ഈ റൂം വേറെ ലെവലിൽ റൂമാട്ടോ. എന്താ വെച്ചാൽ അങ്ങനെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഭയങ്കര രസമുണ്ടോ. ഞങ്ങൾക്ക് അവർ ഓരോ റൂമിൻ്റെ ഉള്ളിൽ, ആ റൂമിൻ്റെ ഉള്ളിൽ ഫുള്ളുണ്ടല്ലോ ഈ ഒരു അതിരപ്പള്ളി വാഴച്ചാലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമില്ല, ആ ഒരു ശബ്ദമാണ് കേട്ടോ ആ റൂമിൻ്റെ ഉള്ളിൽ മൊത്തം. പക്ഷേ നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ആവട്ടെ. എന്താ വെച്ചാൽ റൂമിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ ആകുമ്പോൾ നമുക്ക് ടെൻഷനാണ്. പക്ഷേ ഹണിമൂൺ കപ്പിൾസൊക്കെ ആകുമ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ റൂമും കാര്യങ്ങളും തന്നെയാണ്. ഭയങ്കര ചന്തമായിട്ട് കാണാൻ, എന്തൊരു രസമായിച്ചിട്ട് ആ റൂം. അവിടുത്തെ ഓരോ റൂമുകളും ഒരു എന്താ ഭയങ്കര വെറൈറ്റി റൂമുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആയിരിക്കുന്ന കസാരകളും പിന്നെ അവിടുത്തെ വെളിച്ചും കാര്യങ്ങളും ഒക്കെ നോക്കി എന്തൊരു രസം. സത്യം പറഞ്ഞാൽ ഞങ്ങളതെല്ലാവരും കണ്ടിട്ട് അതിശയപ്പെട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഈ ഒരു കിടക്കും കട്ടിലും നോക്കി റൗണ്ടനായിട്ട് എന്ത് രസമാണ്. പിന്നെ ഇതേ അവരെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടത്. അതും അടിപൊളി ബാത്റൂം, എല്ലായിടത്തും പ്രത്യേക തരം ടൈലുകളാണ്. അതാണ് എനിക്ക് അവിടെ ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യമായിട്ട്. നമ്മൾ നാട്ടിലെവിടെയും കാണാത്ത മോഡൽ ടൈലുകളും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഭയങ്കര വ്യത്യസ്ത ടൈലുകളും കാര്യങ്ങളാണ് കേട്ടോ. എന്ത് രസമൊക്കെ ആ വെള്ളച്ചാട്ടമൊക്കെ ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മരം കണ്ട ഉള്ളിൽ നിന്ന് പോയിക്കണണ്ട, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ
ഭയങ്കര രസമാണ്. ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും കാര്യങ്ങളും ആ റൂമിൻ്റെ ഉള്ളിൽ എന്ത്. പിന്നെ അവിടെ നിന്ന് നേരെ കാണുന്ന വ്യൂവും തേയിലത്തോട്ടം കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബാൽക്കണിക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നത് ഈ തേയിലത്തോട്ടം തന്നെയാണ്. അതാണ് അതിൻ്റെ നമ്മുടെ റൂമിലാണ് സ്വിമ്മിംഗ് പൂള്. നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ സ്വിമ്മിംഗ് പൂൾ ഇറങ്ങിയില്ലേ? ഇത് രസമല്ലേ? പ്രത്യേക ചേർത്താ ഭയങ്കര ഐഡിയ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തോരം തരം ടൈലുകളാണെന്ന് അറിയില്ല. വെറൈറ്റി ടൈലുകളല്ലേ? നമ്മളിത് ഈ റിസോർട്ടിലേക്ക് വന്ന് ആദ്യം തന്നെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്ന കാഴ്ച. നമുക്ക് സത്യം പറഞ്ഞാൽ അന്ന് അതൊന്നും വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയില്ല. പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഈ അവിടേക്ക് പോയതും അവിടുത്തെ നോക്കി വ്യൂ നോക്കി എന്തൊരു ഭംഗിയാന്ന് പറയും കാണാൻ. ഭയങ്കര രസമായിരുന്നു. അതേപോലെ ഇവിടെ സെറ്റ് ചെയ്ത് നോക്കിയാൽ അവരൊക്കെ എന്ത് ഭയങ്കര സെറ്റ് ചെയ്യണം. ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിലും വീഡിയോ എടുക്കണമെങ്കിലൊക്കെ. ഒത്തിരി സ്ഥലമൊന്നുമില്ല, എന്തൊരു വെറൈറ്റി സ്ഥലം. പിന്നെ ഇത് തണലത്ത് കയറി വർത്തമാനം പറയണൊക്കെ വർത്തമാനം ഒരുപാട് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കണ്ടോ ഒരു ഗുഹയുടെ ഉള്ളിൽ 3 ഒരു പ്രത്യേകം തരം ഇരിക്കാനുള്ള ഇത് ഇതിട്ട് അതിന് പൊന്നു കയറിയോണ്ട് ഇരുന്നിട്ട് ഒരു അടിപൊളി അമ്മ ഒരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇത് കാണുമ്പോൾ നമുക്ക് എന്നും മനസ്സിൽ ഓടി എത്തുന്നതിന് മേലെപ്പറമ്പ് വീട്ടിലെ ശോഭനയുടെ ജയറാമിൻ്റെ, പിന്നെ നമ്മളെ തേമാവിൻ കുമ്പത്തിൽ ശോഭന ജയറാമിൻ്റെ ഈ ഒരു വണ്ടി കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരും. അങ്ങനെയല്ലേ കുടുക്കിനും കുടുക്കിക്കൊക്കെ ഭയങ്കര കൗതുകം കാർത്തുണ്ട്. അപ്പോൾ അവർ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ കുറേ നേരം ഇരുന്നോട്ട് ഞങ്ങൾ പോണവരൊക്കെ അവർ അതിൻ്റെ ഉള്ളിൽ ഇരുന്നു. അപ്പോൾ അതാണ് കേട്ടോ പറക്കാൻ റിസോർട്ടിൻ്റെ ഒരുപാട് കാഴ്ചകൾ, ഭയങ്കര സൗന്ദര്യമുള്ള ഒരുപാട് കാഴ്ചകളും കാരണം എനിക്ക് കാണിച്ച് തരാൻ പറ്റി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഇത് നമുക്ക് അനുഭവിക്കും കൂടി വേണ്ടേ, കണ്ടാൽ മാത്രം പോരല്ലോ. അപ്പോൾ നമ്മൾ പറക്കേണ്ട ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ വെക്കേഷനാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളത്. ബൈ.